കേരളത്തിലേതിന് സമാനമായ സാഹചര്യമാണ് ഉത്തരേന്ത്യയിലുമുള്ളത്. അവിടെ കനത്ത ചൂടാണ് ഇപ്പോഴുമുള്ളത്. ഡൽഹി, പഞ്ചാബ്, UP എന്നിവിടങ്ങളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. 3 ദിവസത്തിനുള്ളിൽ ചൂട് 45 ഡിഗ്രി വരെ ഉയർന്നേക്കാമെന്നാണ് മുന്നറിയിപ്പുള്ളത്. വിവരങ്ങളുമായി ഗോപിക ചേരുന്നുണ്ട്. ഗോപിക, കേരളത്തിലേതിന് സമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. എന്താണിപ്പോൾ അവിടുത്തെ സാഹചര്യം? കനത്ത ചൂടാണോ അനുഭവപ്പെടുന്നത്? ഉത്തരേന്ത്യയിൽ ഉയർന്ന താപനില തുടരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 40 ഡിഗ്രി സെൽഷ്യസ് മുതൽ 42 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, വടക്കൻ കർണാടകയുടെ ഉൾഭാഗങ്ങൾ, ഗുജറാത്തിന്റെയും ഒഡീഷയുടെയും ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലായിട്ടാണ് ഉയർന്ന താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗറിലാണ് ഇപ്പോൾ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. 44.5 ഡിഗ്രി സെൽഷ്യസ് ആണ് നിലവിലെ താപനില. ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും ഉയർന്ന രീതിയിലാണ് ഇപ്പോൾ ചൂട് ഉള്ളത്. ഡൽഹിയിൽ താപനില 44 ഡിഗ്രി സെൽഷ്യസ് മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ യെല്ലോ അലേർട്ടാണ് അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏപ്രിൽ 26 മുതൽ 28 വരെ ഈ മേഖലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു നേരിയ ആശ്വാസമായിട്ട് പറയുന്നത്. ഏറ്റവും കൂടുതൽ തൊഴിലാളികളാണ് ചൂട് കൊണ്ട് വലയുന്നത്. അതേസമയം പശ്ചിമ ഹിമാലയൻ മേഖലകളിലും വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ചില ഭാഗങ്ങളിലും കുറഞ്ഞ അളവിൽ മാത്രമാണ് താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശരി, ഗോപികയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.